ഗുഡ് മോർണിംഗ്. എനിക്കിപ്പോൾ ഒരു 10 മണിക്കൊരു സ്നാക്ക് കഴിക്കണം തോന്നി. അപ്പം ഞാൻ പൊളിച്ചതാണ് വിത്ത് ഹട്ടൻ. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ വാങ്ങി മീൻസ് ഹൈ എന്നൊന്നല്ല ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ വാങ്ങണം തോന്നിയാൽ ഞാൻ പൊതുവേ നല്ല ബേക്കറിയിലും ഓൾഡ് സ്റ്റോക്ക് ഇല്ലാത്ത ചിലവുള്ള ബേക്കറി, അതേപോലെ വിലയല്ല നോക്കുന്നത്, ക്വാളിറ്റി. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അത് നന്നായിട്ട് അടപ്പിട്ട് സേഫായിട്ട്, പ്രത്യേകിച്ച് മഴക്കാലം ഇങ്ങനെയൊക്കെ വെക്കുന്ന ബോക്സിലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പൊതുവേ വാങ്ങാറ്. ഇതാണെങ്കിൽ പരസ്യമായിട്ട് എവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല, വളരെ രഹസ്യമായിട്ട് കഴിക്കണം. ഇങ്ങനെ വീഴും ഉണ്ടോ പപ്സിൻ്റെ വേറൊന്നും. ഇതിവിടെ ആരും വേറെ ഇത് കഴിക്കേണ്ട ആളിവിടെ ഇല്ല. അമ്മ ഇങ്ങനത്തെ ഒന്നും കഴിക്കൂല. അപ്പം നിങ്ങൾ ചോദിക്കും, നീ 10 മണിക്ക് ഈ സ്നാക്സ് കഴിക്കുന്നതിന് ഞങ്ങൾ എന്ത് വേണം എന്നല്ല പറയാനുണ്ട്. നമ്മളിങ്ങനെ പാക്കിങ്ങും ക്വാളിറ്റിയും ഒക്കെ നോക്കി അതേപോലെ ആവശ്യം കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചൊക്കെ അടിച്ച് വളരെ വൃത്തിയായിട്ടാണല്ലോ കഴിക്കുന്നത്. നമ്മളെ ടോയ്ലറ്റ് ആയാലും നമ്മുടെ ഫുഡായാലും അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു അട്ടിപ്പൊളി രാജധാനി എക്സ്പ്രസ്സിൽ ഒരു ഫുഡും, എൻ്റെ അമ്മ അത് വിചാരിച്ച് ഇപ്പം ഛർദിക്കും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അൺസഹിക്കബിൾ എക്സ്പീരിയൻസ്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഫുഡ് കഴിച്ചതിന് ശേഷം വളരെ തൃപ്തിയായിട്ടും ഹൈജീനിക്കുമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സർക്കാർ ഓഫീസിലെ വൃത്തികെട്ട ടോയ്ലറ്റും സർക്കാർ ഓഫീസിലെ എന്തെങ്കിലും വൃത്തികേടൊന്നും നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈജീനിക്കായിട്ട് തന്നെ മാക്സിമം ജീവിക്കാൻ ശ്രമിക്കണം. രോഗങ്ങൾ വന്നാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫുഡും എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ പിറകെയുള്ള വീഡിയോയിൽ വരുന്നുണ്ട്. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. ഓക്കെ, ലൈക്ക് അടിക്കണം.